മത്തങ്ങ വെച്ച് നമുക്കൊരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. ഈ ജ്യൂസ് ഞാനിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്. അപ്പം നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നേരത്തെ ഉണ്ടാക്കി നമ്മൾ വേവിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം വേവിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ആ സമയമാകുമ്പോഴത്തേക്ക്. അപ്പം ഇത് നല്ല മഞ്ഞ കളറുള്ള നല്ല വിളഞ്ഞ മത്തങ്ങ എടുക്കണം. അപ്പം നല്ല കളറായിരിക്കും നമ്മുടെ ജ്യൂസിന്. ഇളം മത്തങ്ങ എടുത്താൽ കളറ് കാണത്തില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല, എന്നാലും കളറ് കാണത്തില്ല. അപ്പം നല്ല വിളഞ്ഞ നല്ല മഞ്ഞ കളറിലെ മത്തങ്ങ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ മത്തങ്ങ ഇതുപോലത്തെ ഒരു പീസ്, ഇതിനെക്കാട്ടി സ്വല്പം കൂടി ഉണ്ട് പീസ്, ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഞാനിപ്പം കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിനകത്തോട്ട് ഒരു 2 ഏലക്ക ഇട്ട് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിലും ഇട്ടിപ്പോൾ കൊടുക്കാം, ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ മിക്സിയിട്ട് അടിക്കുമ്പോഴത്തേക്ക് കൊടുക്കുന്നു. പാലും ചേർക്കുന്നുണ്ട്. അപ്പം പാല് ഇത് വേവിക്കാൻ വെച്ചിട്ട് തണുത്ത ശേഷമല്ലേ നമ്മൾ അടിക്കത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ പാലൊന്ന് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് പാലൊന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ, കട്ടയൊക്കെ എടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നല്ല തണുത്ത പാലായാലും മതി. അപ്പം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് മുങ്ങിക്കിടക്കുന്ന നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വേവിച്ചെടുക്കണേ 5 മിനിറ്റ്. 5 മിനിറ്റ് ഇച്ചിരി ഇരുന്നാലും കുഴപ്പമില്ല, വെന്ത് കിട്ടിയാൽ മതി. നമ്മൾ വേവിച്ച് വെച്ച മത്തങ്ങയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചെടുക്കാൻ. ഇപ്പോൾ ഒരു സമയം 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി, ഇച്ചിരി ടേസ്റ്റ് കിട്ടും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അത്രയും കുറച്ച് പോരായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മത്തങ്ങ വേവിക്കുമ്പോൾ വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തണുത്ത പാലാണ്. ഞാനിപ്പം കട്ടപ്പാൽ എടുക്കുന്നില്ല, കട്ടപ്പാൽ ഉണ്ടെങ്കിൽ എടുക്കാം. ഞാൻ തണുത്ത പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്കിന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. നമ്മളിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല മൂത്ത മത്തങ്ങ ആയതുകൊണ്ട് നല്ല മഞ്ഞ കളർ കേട്ടോ. ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ചിയ സീഡാണ്. അത് നേരത്തെ കുതിർത്ത് വെച്ചാണെങ്കിൽ നമ്മുടെ വേറൊരു സീഡുണ്ടല്ലോ, കസ്കസ് എന്നാണ് പറയുന്നത്, എന്താ ഒരു കറുത്ത നമുക്ക് ആ സീഡ്, ആ സീഡ് ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നില്ല. ഇപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു കാണാനും ഭംഗിക്കുമൊക്കെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കട്ടപ്പാലാണെങ്കിൽ ഇതിപ്പോൾ ജ്യൂസായിട്ടാണല്ലോ, കട്ടപ്പാലാണെങ്കിൽ നല്ലതായിട്ട് തിക്കായിട്ട് വരും. നമുക്ക് ഈ ലൂസായിട്ടുള്ളതല്ലേ, ഇപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി നല്ല ലൂസായിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മുകളിൽ ഇച്ചിരി ചിയ സീഡും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പാലിന് തണുപ്പില്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പം കുടിച്ച് കാണിക്കാനൊന്നും പറ്റത്തില്ല, ടേസ്റ്റ് നോക്കാൻ പറയാൻ പറ്റത്തില്ല. അപ്പം ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലൂടെ എടുത്ത് വെക്കാൻ പോവാണ്. നോമ്പ് ഇപ്പോൾ ഒരു 5:30 സമയമായിട്ടുണ്ട്. 6:30 ആകുമ്പോൾ ആണെന്ന് തോന്നുമ്പോൾ നോമ്പ് വിടുന്നത്, അപ്പോഴത്തേക്ക് കഴിക്കത്തുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നാളത്തേക്ക് ആയാലും ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കണേ.